13 ദിവസം മുമ്പ് പ്രാണനും പിടിച്ച് പലായനം ചെയ്ത ഭൂമി ഒരുപാട് പേരെ ഉരുൾ തന്നെ കൊണ്ടുപോയി. മറ്റു ചിലർ എവിടെയെന്ന് പോലും അറിയില്ല. അങ്ങോട്ടേക്ക് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷേ എന്റെ അംജത്തും ഷുഹൈബുമൊക്കെ ജീവിച്ച മണ്ണല്ലേ, എങ്ങനെ പോകാതിരിക്കും? പതിവില്ലാത്ത ആൾക്കൂട്ടം ബെയിലി പാലത്തിന് മറുകരയിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഈ പാലം കടന്നു വേണം വീട്ടിലേക്ക് പോകാൻ. വീണ്ടും മല കയറുകയാണ്. മണ്ണുമൂടിയ വഴികളിലൂടെ അവൻ നടന്നു നടന്ന് വീടിന്റെ മുറ്റത്തെത്തി. ഇവിടെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര തണുപ്പും അങ്ങനെ മുഴുവനായിട്ടും കാടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഇവിടെ മുഴുവനായിട്ടും കാടായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം പോയി. പിന്നെ ഇവിടെ കുറേ വീടുകളും ഇവങ്ങനെ അടുപ്പിച്ച് വീടുകളായിരുന്നു, എല്ലാം പോയി. എല്ലാം അറിയുന്ന കുടുംബത്തിലുള്ളതല്ലെങ്കിലും ഞങ്ങളെ റിലേറ്റീവായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നു എല്ലാവരെയും. ഞാൻ വീട്ടിലുള്ളത് ഉമ്മമാൻ്റെ കൂടെ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയിരുന്നൊരു ചേച്ചിയാണ്. അവരെ മോനെയും കിട്ടി മോളെയും കിട്ടി. അവർ ഇരട്ടകളാണ്, മോനും മോളും. അവരെയും കിട്ടി. പിന്നെ ഈ വീട്ടിലുള്ളവർ ഞങ്ങളെ ഉമ്മമാൻ്റെ മൂത്ത ഏട്ടൻ്റെ വീടാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന വീട്, അവിടെ നിന്ന് എനിക്കൊരു പാവയും ഒക്കെ കിട്ടി. ഇവിടെ ചെറിയ മക്കളൊക്കെ ഉണ്ടായിരുന്നോ? അത് മുകളിൽ നിന്ന് ഒലിച്ചു വന്നതാവാനാണ് സാധ്യത. ഈ വീട്ടിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എവിടെയപ്പം? അവരുടെ ഭാര്യയുടെ അമ്മയ്ക്ക് സുഖമില്ലാതായിട്ട് അവരുടെ റിലേറ്റീവിൻ്റെ വീടുണ്ട് പനമരം. അവരങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ രാത്രി ഭയങ്കര നേരമായി. ഒരു 9 മണിയൊക്കെ ആയി അവർ മേപ്പാടി എത്തിയപ്പോൾ. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്നാൽ മതി, ഈ നേരത്തെ അങ്ങോട്ട് പോകണ്ട, ഭയങ്കര മഴയായിരുന്നു. അവർ മുകളിൽ നിന്ന് റോഡിൽ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കരമായി നനഞ്ഞ് കുളിച്ചിട്ടായിരുന്നു അവർ വന്നത്. പിന്നീട് അവിടെ തന്നെ അവർ നിന്ന് ഞങ്ങൾ എല്ലാം കൂടി കഴിഞ്ഞ് കടന്നത് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാനൊരു ഭയങ്കര പ്രയാസം തോന്നി. നിങ്ങളൊന്നും ഉറങ്ങിയില്ലേ ആ ദിവസം? ഞങ്ങൾ ഉറക്കം വരുന്നില്ല, അങ്ങനെ ഒരു പ്രയാസത്തിലായിരുന്നു. പിന്നെ ഞാനൊന്ന് കണ്ണടച്ചു. അപ്പോൾ ഉമ്മാൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ നീച്ചത്. അപ്പോൾ മേപ്പാടി ടൗണിൽ ചൂരൽമല ടൗണിൽ വെള്ളം കയറി അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ശബ്ദം കേട്ട് നീച്ചത്. പിന്നെ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ഈ ഇറക്കത്തിൽ ഈ വീട്ടിലത്തെ ഓരോ മോളാണുള്ളത്. അപ്പോൾ അവരെ ഞങ്ങൾ ആദ്യം വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട്, ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കട്ടെ പറഞ്ഞ്. അങ്ങനെ അവർ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കാലി അവിടെ നിൽക്കുന്നില്ല, ചളിയിലേക്ക് ഉള്ളിലേക്ക് പോകുകയാണ്. അപ്പോൾ അവർ പുറകിലൂടെ അടുക്കള ഭാഗത്തു കൂടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് അവിടെ റിസോർട്ടിലേക്ക് പോയി. ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം. കാരണം എനിക്ക് ചൂരൽമലയെന്ന് ഞങ്ങൾ താമസിച്ചിരുന്നു. അപ്പോൾ 2 മാസമായിട്ടുള്ളൂ മേപ്പാടിക്ക് മാറിയിട്ട്. അപ്പോൾ എനിക്ക് ചൂരൽമല നിൽക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു, ഇങ്ങോട്ട് വരാനായിരുന്നു ഇഷ്ടം. ഇവിടെ അവിടെ ചൂരൽമല ആകുമ്പോൾ ചുറ്റിനും മരങ്ങളൊന്നുമില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്, സ്വെറ്ററില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടെ കാടും ഇങ്ങനെ ഏലമൊക്കെ ആയിട്ട് നല്ല ഇഷ്ടം. ഇവിടെ കാട്ടാനൊക്കെ ഇടയ്ക്ക് വരും, അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. കാട്ടാനൊക്കെ വരുമ്പോൾ ഈ വീടിൻ്റെ തൊട്ട് പുറകിലേക്ക് ആന വരും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാണാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നല്ല സന്തോഷമായിരുന്നു ഇവിടെ. പിന്നെ ഇവിടെ ഈ ഇറങ്ങുന്നോടെ തന്നെ അങ്ങോട്ട് പോയാലൊരു ഗ്രൗണ്ട് ഉണ്ട്, കുറച്ച് ഉയരത്തിലാണ്. ഇവിടെ നിറയെ വീടുകളുണ്ടായിരുന്നു. പെരുന്നാളിനും അമ്പലത്തിലെ ഉത്സവത്തിനും ഈ മണ്ണുമൂടിയ ഇടത്ത് ഒരുമിച്ചാഘോഷിക്കും. ഇവിടെ ശരിക്കും നബിദിനത്തിനൊക്കെ എല്ലാവരും നല്ല കൂട്ടർ, നല്ല മതക്കാരും ജാതി ഭേദമന്യേ ആയിരുന്നു അവരുണ്ടായിരുന്നത്. ഈ നബിദിനത്തിന് ഇവർ പായസവും ക്ഷേത്ര കമ്മിറ്റിക്കാർ പായസവും ലഡുവും മറ്റൊക്കെ കൊടുക്കും. അതേ ഉത്സവത്തിന് അന്നദാനത്തിന് മുസ്ലിങ്ങൾ വരെ പോകും, അന്നം വാങ്ങാനായിട്ട് അവർ പോകും. അങ്ങനെ ഇരുന്നു ഇവിടെ. അങ്ങനെ എല്ലാവരും റിലേറ്റീവ്സ് അവിടെ. ഞങ്ങൾക്ക് അറിയാത്തവർ പറഞ്ഞ് മാറ്റി നിർത്താനാവില്ല. ഉമ്മയും ഉപ്പയും ഒക്കെ കൂട്ടിനുണ്ട്, പക്ഷേ ഇല്ലാത്തവരാണ് അധികം. അവർ ചിലരൊന്നും ഇപ്പം ഇല്ല. ഈ കുറച്ച് താഴോട്ട് തന്നെ പോയാൽ എൻ്റെ കൂടെ എപ്പോഴും കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് സ്കൂളൊക്കെ വിട്ടാൽ മേപ്പാടിക്ക് പോകാനുള്ള ഇഷ്ടക്കുറവുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും. അത് ഇവിടെ വരാൻ ഇങ്ങനെ ഈ എല്ലാവരും ഒന്നിച്ച് കുറേ കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്.
പിന്നെ ഞങ്ങൾ വെക്കേഷനൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പം എൻ്റെ കൂടെ കുറേ ഷട്ടിലൊക്കെ കളിച്ചിരുന്നു. ഞങ്ങൾ അങ്ങനെ കളിച്ചതിൽ പകുതി വരെ ഇപ്പോൾ ഉള്ളൂ. ഒരാൾ അവനെ കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ പഠിക്കുന്നതല്ല, എൻ്റെ ഒരു വയസ്സിന് മൂത്തതാണ്, പക്ഷെ അവനെ കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ പഠിക്കുന്ന 2 പേരും പോയി. അവൻ്റെ ബോക്സ്, ഒരുത്തൻ്റെ ബോക്സ് ഇപ്പോൾ വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. അതിൽ നടുവിൽ മെസ്സിൻ്റെ ഫോട്ടോ, തൊട്ടപ്പുറത്ത് അവൻ്റെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു ബോക്സ് ഇപ്പോൾ അതിലും വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. അംജുവിന് മെസ്സി എന്ന് വെച്ചാൽ ജീവനാണ്. ദിൽബറിന് അംജു. അവനെ 2ാം ക്ലാസ് മുതലേ ഞങ്ങളുള്ള ഇതാണ്, പരിചയമാണ്. അവനെ ബലൂൺ എന്നായിരുന്നു അവനെ വിളിച്ചിരുന്നത്. അവൻ ഭയങ്കര തടിയായിരുന്നു. ബലൂൺ എന്നായിരുന്നു അവനെ വിളിച്ചിരുന്നത്. ഇടയ്ക്ക് അംജു എന്ന് വിളിക്കും, അംജദയെ വിളിക്കും, അംജയെ വിളിക്കും. അവന്റെ കാര്യം ഭയങ്കര തമാശയാണ്. കരയാതെ കരയിപ്പിച്ചുകൊണ്ട് അവൻ തുടർന്നു. അവൻ്റെ ഭാഷ തന്നെയാണ് ഞങ്ങൾക്കൊരു കോമഡി ആയിട്ട് തോന്നി. അവന് അനക്ക് എന്നുള്ളതിന് എനിക്ക് പറയും, എനിക്ക് എന്നുള്ളത് അനക്ക് പറയും, അൻ്റേത് എന്ന് നിൻ്റെ പറയും, എൻ്റെ എന്ന് എൻ്റെ പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അവന് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആരുടെ ചോദിച്ചപ്പോൾ അൻ്റേതാണ് പറഞ്ഞത്. ഇൻ്റേതാണ് എന്ന് ഉദ്ദേശിച്ച് അൻ്റേതാണ് വരുന്നത്. അപ്പോൾ ഇൻ്റെ അല്ലേ ഞാൻ അടുത്തോളം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കോമഡി ചെയ്യുന്നു ഞങ്ങൾ. ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് അക്ഷര ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തരം തിരിച്ചിട്ട് ഇരുത്തിയ 2 ഡിവിഷനാണ് ഞങ്ങൾ, എയും ബിയും. ഞങ്ങൾ എയും ബിയും കൂടിയും കൂട്ടി കലർത്തിയിട്ട് ഇരുത്തി കുറച്ച് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്തിയിട്ട് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് ദിവസം ഞങ്ങൾ കുറേ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങനെ മുണ്ടക്കൈക്കുള്ളവരെ നേരത്തെ വിടും. അവർക്ക് പാസിൻ്റെ ടൈം കുറച്ചുള്ളൂ. അപ്പോൾ അവരെ നേരത്തെ വിട്ടതിൽ അവനും അവൻ വന്നിട്ട് വാതിൻ്റെ അവിടെ വരെ തിരിച്ച് വന്ന് അവിടുന്ന് ടാറ്റ തന്നു കൊണ്ടുപോയതാണ്. വേറൊരു കൂട്ടുകാരനുണ്ട്, ഷുഹൈബ്. പിന്നെ ഷുഹൈബ് അവന് ആദ്യം ലോറി ഡ്രൈവർ ആവണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ അവന് അർജുൻ്റെ സംഭവം കേട്ട പിന്നെ അവന് ബസ് ഡ്രൈവർ ആയാൽ മതി പറഞ്ഞു. അപ്പോൾ ഷുഹൈബ് എവിടെ ഉണ്ടെന്ന്? അവൻ മരിച്ചിട്ടുണ്ട്. ആ 12 വയസ്സുകാരൻ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ നമുക്ക് പറ്റുന്നില്ലല്ലോ. അനുഭവമായി പോയി. ഇങ്ങനൊരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല. ഒരു മിനിറ്റ്, ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? അവരെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അവരെ പറ്റി ആലോചിക്കാം. നമുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം, ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുമെന്ന ഉറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്രേ ആയുസുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഇതുപോലെ എന്ത് ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കാ പറയാൻ കഴിയും? അപ്പോൾ അവർ നമ്മുടെ വീട്ടുകാരാണ്, സ്വന്തക്കാരാണ്, നമ്മുടെ ജ്യേഷ്ഠനാണ്, സഹോദരനാണ്, സഹോദരിയാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ എല്ലാ വാക്കും എല്ലാ പ്രവർത്തനവും അവർക്ക് ആത്മവിശ്വാസവും സുരക്ഷയും ഉറപ്പുവരുത്തി നൽകണം. നമുക്കെല്ലാം കൂടി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ആ പ്രതിജ്ഞയാണ് നമ്മളെല്ലാവരും ഇത്തരം ഘട്ടങ്ങളിൽ എടുക്കുന്നത്. മൂടിക്കിടക്കുന്നത് കണ്ണീരാണ്. നഷ്ടപ്പെട്ടതൊക്കെ പ്രിയപ്പെട്ടതും വായിച്ചു തീരാത്ത പുസ്തകങ്ങളും വരച്ചു തീരാത്ത ചിത്രങ്ങളും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീടാണ്. ഗോപാലൻ ചേട്ടനും ഭാര്യയും 2 മക്കളുമായിരുന്നു, വൈഷ്ണവ്, വർഷ. ഈ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാം വരച്ചു വെച്ചിരിക്കുന്ന മയിലും ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം ഈ വൈഷ്ണവ് വരച്ചതാണ്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. വൈഷ്ണവ് കണ്ടോ, സർഗപ്രതിഭയായിരുന്നു. 2022-23 കോളേജ് കലോത്സവത്തിൻ്റെ സർഗപ്രതിഭയായിരുന്ന ആളാണ് വൈഷ്ണവ്.
ആ വൈഷ്ണവ് വരച്ച കുറച്ച് ചിത്രങ്ങൾ ഇതിനകത്ത് ഒലിച്ചു പോയത് ഞാനിവിടെ കണ്ടപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അവൻ വരച്ചുവിടുത്ത കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന, ആ പയ്യൻ വരച്ചുവിടുത്ത കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ചിത്രങ്ങളാണ് ഇതൊക്കെ. മിക്കി മൗസും അങ്ങനെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വരച്ച് നേരത്തെ നമ്മൾ കണ്ട ദിൽബറിനെ പോലെയുള്ള മക്കൾക്കൊക്കെ വരച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ സർഗ്ഗപ്രതിഭയായിരുന്നു. പക്ഷേ അവർ രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ട് മുകളിലൊക്കെ കയറിയെന്ന് തോന്നുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ വീടിൻ്റെ ഉൾഭാഗം കാണുന്നുണ്ടാകാം. നമുക്ക് ഈ വീട് അടച്ചിട്ടേക്കൊന്നും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല. പക്ഷേ കോൺക്രീറ്റ് മൊത്തത്തിൽ ഇടിഞ്ഞ് വന്ന് അങ്ങനെ ഈ വീട് നാമാവശേഷം, ഒരു രീതിയിൽ പറഞ്ഞാൽ നാമാവശേഷമായി എന്ന് തന്നെ പറയാം. വേറെ കുറച്ച് ശേഷിപ്പുകൾ കൂടി കണ്ടു. നന്നായി ഡാൻസ് കളിക്കുന്ന കുട്ടിയായിരുന്നു തോന്നുന്നു. ഒപ്പനയ്ക്കും തിരുവാതിരയ്ക്കൊക്കെ നമ്മളിടുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അവരെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ ഉണ്ട് ബാക്കിയായി പുഞ്ചിരിമട്ടത്ത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനൊരു ജോഗ്രഫി പുസ്തകം കണ്ടു. അതിൽ പേരുണ്ട്, പക്ഷേ പേര് പറയുന്നില്ല. കാരണം എവിടെയെങ്കിലും ജീവനോട് ഉണ്ടാകും ആ കുട്ടിയെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അതിൽ പ്രിയപ്പെട്ട ഒരാൾക്കായി എഴുതിയൊരു ചെറിയൊരു വാചകം, ഐ ലവ് യു എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ടല്ലോ. അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. പുസ്തകത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു, ജോഗ്രഫി പുസ്തകത്തിൽ. ആ പുസ്തകം വെറുതെ നോക്കിയപ്പം കണ്ടതാണ്. ആ പുസ്തകത്തിൽ ഏറ്റവും സങ്കടകരമായിട്ട് തോന്നിയൊരു കാര്യം, ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നാം വസിക്കുന്ന ഭൂമി എത്രമാത്രം മനോഹരിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മണ്ണൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആഴത്തിൽ പരിചയപ്പെടാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന 10ാം ക്ലാസ്സിലെ ജോഗ്രഫി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഒരു ഭാഗമാണ്. അതുപോലെ മണ്ണിനെയും മഴയെയും ഒക്കെ ഒത്തിരി അടുത്തറിയാവുന്ന പുഞ്ചിരിമട്ടത്തെ ആളുകളാണ്. ഇതൊക്കെ പഠിച്ച് വായിച്ച് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ ഇവരൊക്കെ ഇപ്പോൾ കാണാമറയത്താണ്. നമുക്ക് അറിഞ്ഞുകൂടാ അവരെവിടെയാണെന്നുള്ളത്. ഒന്നിച്ചായിരുന്നു അന്ന്. ഓവലേട്ടനൻ ഇത്ര അടുത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ ഒരു ദിവസം പോലും കാണാത്ത ആളുകളല്ലല്ലോ. ഞാൻ അന്ന് രാത്രി പോകുമ്പോൾ ഗോപാലേട്ടൻ എന്നോട് പറഞ്ഞ് ഞങ്ങൾ സുബ്രഹ്മണ്യൻ്റെ അവിടെ നിന്നോ